അമ്മ ഒരു കഥ പറഞ്ഞു തരാം. കഥയുടെ പേരാണ് സ്വർണ്ണ മുട്ടയിടുന്ന താറാവ്. ഒരിക്കലും ഒരു ഗ്രാമത്തിൽ ഒരു കർഷകനും ഭാര്യയും ഉണ്ടായിരുന്നു. അവർക്കൊരു താറാവ് ഉണ്ടായിരുന്നു. അവർക്ക് എന്നും താറാവ് മുട്ട നൽകിയിരുന്നു. അവർ ഭയങ്കര ദരിദ്രരായിരുന്നു. ദരിദ്രം എന്ന് പറഞ്ഞാൽ ആരാ? ഒരു പൈസയൊന്നും ഇല്ലാത്ത പാവപ്പെട്ടവരെ. അങ്ങനെ ദൈവത്തിനോട് അവരെന്നും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഞങ്ങൾക്ക് നല്ല ധനം കിട്ടണേ എന്നെന്നും പ്രാർത്ഥിക്കുമായിരുന്നു കർഷകരെ. അന്നേരം അങ്ങനെ അവരുടെ പ്രാർത്ഥന കേട്ടപ്പോൾ താറാവ് എന്നും എന്നാ ഇടാൻ തുടങ്ങി? സ്വർണ്ണ മുട്ട ഇടാൻ തുടങ്ങി. ദിവസവും സാധാരണ മുട്ടയായിരുന്നു ഇടുന്നത്. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? താറാവിൻ്റെ മുട്ട സ്വർണ്ണമാക്കി. അങ്ങനെ അവർ ദിവസവും ആ മുട്ട വിറ്റ് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ജീവിതം മെച്ചപ്പെട്ടെന്ന് പറഞ്ഞാൽ അവർ ദരിദ്രരായിരുന്നല്ലോ. ഈ സ്വർണ്ണമുട്ട വിൽക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് പണക്കാരാകാൻ തുടങ്ങിയത്. പെട്ടെന്ന് ഒരു ദിവസം കർഷകൻ്റെ ഭാര്യ പറഞ്ഞു, നമുക്ക് എന്നും ഈ താറാവ് ഒരു മുട്ടയിലേ നൽകുന്നുള്ളൂ. നമ്മളപ്പം ഈ താറാവിൻ്റെ വയറ് കീറാങ്ങി, താറാവിൻ്റെ വയറിനകത്ത് നിറച്ച് സ്വർണ്ണമുട്ടയായിരിക്കും. അപ്പോൾ വയറ് കീറാങ്ങി പെട്ടെന്ന് തന്നെ നമുക്ക് പണക്കാരാകാം. അപ്പം കർഷകൻ പറഞ്ഞാൽ ശരിയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് താറാവിൻ്റെ വയറ് കീറി. വയറ് കീറി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? താറാവ് വയറ് കീറി തന്നെ പറ്റും. താറാവ് ചത്തുപോയി. അപ്പം അവർ നോക്കിയപ്പം വയറിനകത്ത് ഒരു മുട്ട ഒന്നുമില്ല, സ്വർണ്ണമുട്ടയല്ല. അവരുടെ നഷ്ടപ്പെടുകയും ചെയ്ത് താറാവ് ചത്തുപോവുകയും ചെയ്തു. അപ്പോൾ അവരെന്നാ മോഹിച്ചായിരുന്നു? അവർ ദാരിദ്ര്യം മാറി പെട്ടെന്ന് തന്നെ പണക്കാരാനുള്ള അത്യാഗ്രഹം മൂലം അവർ താറാവിനെ കൊന്നു. അപ്പം എന്ത് സംഭവിച്ചു? അവരുടെ വരുമാനവും നിലച്ച് അവർ വീണ്ടും ദരിദ്രരായി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ ഗുണപാഠം? അത്യാഗ്രഹം ആപത്താണ്. എന്താ ഗുണപാഠം? പറയാം. അത്യാഗ്രഹം ആപത്ത് കേട്ടോ.